ഈ ഓണത്തിനെങ്കിലും രക്ഷയോടെന്ന് വിചാരിച്ച അതെങ്ങനാ നിന്റെ കൂടെ അല്ലേ കൂട്ട്? ഓ നിന്റെ കൂടെ നടന്ന് ഞാനങ്ങ് രക്ഷപ്പെട്ടല്ലോ. ആ താഴെ കിടക്കുന്ന 1 രൂപ ഒന്ന് കുഞ്ഞെടുക്കാവോ? ഇതോ? എനിക്ക് പിന്നെ നമ്മൾ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? നിനക്കറിയോ, ഈ തിരുവോണത്തിന്റെ അന്നെങ്കിലും ഒരു നല്ല കുഴിമന്തിക്കടയിൽ പോയിട്ട് ഒരു വലിയ കുഴിമന്തി ഫുള്ള് വാങ്ങിച്ചിട്ട് വയറ് നിറച്ച് തിന്നണമെന്നായിരുന്നു. പക്ഷെ പൈസ ഇല്ല. എടാ എന്റെ ആഗ്രഹം അതൊക്കെ തന്നെ ആയിരുന്നടാ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ചേട്ടാ ഓണപരിപാടി. ചേട്ടാ ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഈ ഓണപരിപാടിക്കൊക്കെ പൈസ തരാൻ കഴിവുള്ള ആൾക്കാരായിട്ട് ചേട്ടന് തോന്നുന്നുണ്ടോ? യോ തരുമൊന്നും വേണ്ട, പരിപാടിക്ക് വരണം, പങ്കെടുക്കണം, ആഘോഷിക്കണം, അടിച്ചു പൊളിക്കണം, അത്രേ ഉള്ളൂ. ഞങ്ങൾ വന്നേക്കാം. തീർച്ചയായിട്ടും പറഞ്ഞേ. ഈ കുപ്പി വെള്ളം നിറക്കല്ലേ ഞാൻ കയറാം. എന്റെ കൈക്ക് നല്ല വീതിയുള്ളതുകൊണ്ട് പെട്ടെന്ന് ബസ് അടിക്കാൻ പറ്റും. ഇതേ കസേര കളിക്ക് നീ കയറാം, അതാകുമ്പോ നിനക്ക് പറ്റും. എടാ എന്തുവാടേ കയ്യില്? അതൊരു ഓണപ്പരിപാടിയുടെ നോട്ടീസാ. ഓണപരിപാടി എല്ലാം നടത്താൻ തീരുമാനിച്ചോ? ആ നോട്ടീസ് ചോട്ടം തന്നെ. ആ ഒരു 50 രൂപ എഴുതിക്കോ. നോട്ടീസ് ഒന്ന് തരുമോ? നോട്ടീസ് വൈകിട്ട് കൊണ്ടുവന്ന് വേറെ ആരാവേ? ആ തീർന്നു പോയ കൊണ്ടാ. 50 രൂപയ്ക്ക് പപ്സും വെള്ളം കുടിച്ചാലോ? അല്ല, പിന്നെ വേറെ ഐഡിയ ഉണ്ട്. ഓ പുട്ടും മുട്ടേ. അപ്പം മുട്ടയോ? അല്ല ഇതിപ്പോ എത്ര നോട്ടീസ് വേണ്ടി വരും? നോട്ടീസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് തൽക്കാലം ഒരു 50 രൂപയ്ക്ക്. ഇത്രയും വലിയ പരിപാടി നടത്തുന്നവർക്ക് 50 രൂപയുടെ നോട്ടീസോ? ഈ നോട്ടീസ് കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് പിരിച്ചിട്ട് ബാക്കി പൈസക്ക് നോട്ടീസ് അടിക്കാൻ. അതല്ല, ഞങ്ങൾ ഈ പെട്ടെന്ന് ഇറങ്ങിയപ്പോൾ രാവിലെ നോട്ടീസ് എടുക്കാൻ വേണ്ടി മറന്നുപോയി. അപ്പൊ പെട്ടെന്ന് തീർന്നു പോയി. കുറച്ച് നോട്ടീസ് മതി, അതുകൊണ്ടാണ് ഒന്ന് പെട്ടെന്ന് അടിച്ചു തരും. അപ്പൊ എന്നാ ഹാപ്പി ഓണം. ഹാപ്പി ആണ് ചേട്ടാ ഞങ്ങളുടെ NRD ക്ലബിന്റെ 5ാമത്തെ വാർഷികമാണ്. അപ്പം അതിനോടനുബന്ധിച്ചുള്ള ഓണാഘോഷ പരിപാടിയുടെ നോട്ടീസാണ്. നോക്കി. 5ാം വാർഷികം എന്ന് പറയുമ്പം അപ്പൊ 2020 ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തത്? അതെ. ആരാ സ്റ്റാർട്ട് ചെയ്തത്? ഇവന്റെ അച്ഛൻ. ഓ പുള്ളി ആയിരിക്കുമല്ലേ സെക്രട്ടറി? അതെ. ഉച്ചക്ക് സദ്യ ഉണ്ടോ? നമ്മുടെ വീട്ട് ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ. കൈ 10 പൈസ ഇല്ല. കൂടെ വരുന്നോ? ലാഭമുള്ള ബിസിനസ് എന്തായാലും കൈ തരാം. വൈബ് എനിക്ക് മനസ്സിലായതുകൊണ്ടാ കൂടെ പോയി. എന്റെ അടുത്ത് പണിയെടുക്കാൻ പറയല്ലേ? പണിയായിട്ടൊന്നും ഇല്ല. ഈ നോട്ടീസ് ചുമ്മാ കൊടുക്കുക, പൈസ മേടിക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഓക്കെ. എനിക്ക് ഈ വിയർപ്പിന്റെ അസുഖമുണ്ട്, പണിയെടുക്കാൻ പറ്റത്തില്ല. നമുക്ക് എല്ലാ അസുഖമുള്ള ഈ താഴെ കിടക്കുന്ന രേലയെ കുനിഞ്ഞെടുക്കാൻ പറ്റുമോ? ഇല്ല. തോന്നി നമ്മളെല്ലാം വരെ വൈബാട്ടോ. അടുത്ത മഴയ്ക്ക് മുമ്പ് ഈ ചെടി മൊത്തം നനച്ച് കഴിയണം. എടാ മഴയത്ത് കണ്ട് ചെടിക്ക് വെള്ളം ഒഴിക്കുന്നു. എടാ ഇവിടെ കേറണോ? വേണ്ട, പോവല്ലേ. എന്തോ നോക്കിയിരിക്കുന്നേ? ആരാ? എന്താ വേണം? ഞങ്ങളുടെ NRD ക്ലബിന്റെ 5ാമത്തെ വാർഷികത്തോടനുബന്ധിച്ചുള്ള ഓണാഘോഷ പരിപാടിയാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. പമ്പിച്ച കലാപരിപാടികളാണ്. അപ്പൊ അതിന് ചെറിയൊരു പിരിവ് എല്ലാം ഉണ്ടെങ്കിൽ തന്നായിരുന്നെങ്കിൽ വളരെ ഉപകാരമായി പോയേനെ. അപ്പൊ അതിന്റെ പിരിവിനായിട്ട് വന്നത്. എന്തുവാ മനസ്സിലായില്ല? അതായത് മാമ, നിന്നോട് ഞാൻ ചോദിച്ചോ? പറയടാ. നമ്മുടെ NRD ക്ലബിന്റെ 5ാമത്തെ വാർഷികം. NRD ക്ലബിന്റെ 5ാമത്തെ വാർഷികം. എന്തോ വ്യക്തമായിട്ട് പറ. ഞങ്ങളുടെ NRD ക്ലബ്ബ് തുടങ്ങിയിട്ട് ഇപ്പം 5 വർഷമായി. അപ്പൊ അതിന്റെ വാർഷികമാണല്ലോ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഓണാഘോഷ പരിപാടി നടക്കാൻ വേണ്ടി പോകുന്നത്. വിവിധ തരത്തിലുള്ള കലാകായിക. അങ്ങനെ പറ, മനസ്സിലാവുന്ന ഭാഷ പറ. ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് പിരിവ് എന്തായാലും സംഭാവന ഉണ്ടെങ്കിൽ കിട്ടിയായിരുന്നെങ്കിൽ ഉപകാരമായി. അപ്പൊ അത് പറയാൻ വേണ്ടി വന്നാണ്. ഒന്നും കിട്ടത്തില്ലെന്നറിയാം. അതുകൊണ്ട് നോട്ടീസ് വെച്ചോ, ഞങ്ങൾ അന്ന് അങ്ങോട്ട് വാണ അയാള് പോടൊന്ന് വാണാ. കുഴപ്പമില്ല, പ്രായമുള്ള ആളല്ലയോ, വരട്ടെ, വന്നിട്ട് അങ്ങ് പോവാ. 1000 ഉള്ളു. വൈകിട്ട് ഇങ്ങോട്ടൊന്ന് വീട്ടിലോട്ട് വരണം. 1000 കൂടെ തരാം. പരിപാടി കളറാവണം കേട്ടല്ലോ. പിന്നെ സ്പോൺസർ വല്ലതും വേണോ? പറഞ്ഞാ മതി. വൈകിട്ട് വരുമല്ലോ 1000 മേടിക്കാൻ. അപ്പൊ പറഞ്ഞാ മതി. ആ വീട്ടിൽ കയറില്ലോ, വലിയ വീടാ. ആ വീട്ടിൽ കയറിയ വെള്ളം മാത്രമേ കിട്ടത്തുള്ളൂ. അതെങ്ങനെ എനിക്കറിയാം? അതെന്റെ വീടാ. ഒരു അമ്മച്ചി ഇരിക്കുന്നു. അയ്യോ മക്കളുമാരെ. അമ്മേ ഇവിടുന്ന് നല്ലൊരു പിരിവ് ഒപ്പിച്ചെടുക്കാം. ബഹുമാനം. അമ്മേ,
ഞങ്ങളുടെ NRD ക്ലബിന്റെ 5ാമത്തെ വാർഷികമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഓണാഘോഷ പരിപാടിയാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അതിന്റെ ഒരു ചെറിയ പിരിവിന് വേണ്ടി ഞങ്ങൾ വന്നതാണ്. അമ്മയുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തന്നു സഹായിക്കും. നിങ്ങൾക്ക് തന്നില്ല പിന്നെ ഞാൻ ആർക്ക് കൊടുക്കാന്? എന്ത് ഐശ്വര്യമുള്ള അമ്മയല്ലേ. പറയാനുണ്ട്. അമ്മ എത്ര എഴുതണം? മോനെ ഒരു സഹായം നിങ്ങളൊന്ന് ചെയ്യോ? ബുദ്ധിമുട്ട് ആവില്ലെങ്കിൽ മാത്രം മതി. എന്ത് വേണേലും ചെയ്തു കൊടുത്തോണം. നല്ല പിരിവ് കിട്ടുന്ന. അമ്മ പറഞ്ഞു അമ്മേ എന്ത് വേണമെങ്കിലും ചെയ്തു തരാം. മോനെ മഴ പെയ്ത് ഈ ബൈക്ക് മൊത്തം അങ്ങ് നനയുക. ഈ ബൈക്ക് അങ്ങോട്ടങ്ങ് നീക്കി വെച്ചേക്കോ. എന്താ എടുത്തേ. അയ്യോ മോനെ പൊക്കി എടുക്ക് പൊക്കി. അത് കൊള്ളാം. മോനെ ആ കവറോട് എടുത്ത് അതിന്റെ പുറത്തോട്ട് ഇട്ടേര്. എന്തെങ്കിലും ഇതുപോലത്തെ സഹായം വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ അമ്മേ. മോനെ ഒരു സഹായം കൂടെ ചെയ്യൂ. എനിക്ക് ഡിസ്കിന് കംപ്ലൈന്റ് ഉണ്ട്. ഇവിടെ എല്ലാം വെള്ളം കിടക്കും. എനിക്ക് വിളക്ക് കത്തിക്കാനാ. ഒന്ന് തുടച്ചു തരാമോ? അവനങ്ങ് പോയ അടുത്ത ജംഗ്ഷൻ ചെന്ന് അമ്മ തുടക്കാനുള്ള മോപ്പിങ് എടുത്തോ. അയ്യോ മോനെ മോപ്പ് വേണ്ട. അതെല്ലായിടും തുടക്കുന്നേ. ഇവിടെ വിളക്ക് കത്തിക്കുന്നതല്ലയോ. തുണി വെച്ച് തുടച്ചാ മതി. തുണി എടുത്തോണ്ടോ. മോനെ ഞാൻ ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ട് ഇറങ്ങിയില്ലയോ. ഇനി ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് കയറണമെങ്കിലേ നടുവിന് പ്രശ്നമാണ്. അകത്ത് തുണി ഇരിപ്പുണ്ട്. മോനങ്ങ് എടുത്തോ. അകത്ത് മോനെ ഇടയ്ക്കിടയ്ക്ക് പിരിവിന് വരാൻ പറ്റുമായിരുന്നോ? തുടച്ചു കഴിഞ്ഞ് പിരിവ്. മുട്ടിന് നല്ല വേദന. കുറച്ചു നേരം കൊണ്ട് ഞാൻ നിൽക്കുമല്ലയോ. മക്കളെ ചെയ്തു തന്ന ഉപകാരങ്ങൾക്കെല്ലാം വളരെയധികം നന്ദിയുണ്ട്. സാരമില്ല അത് ഞങ്ങക്ക് പിരിവ്. അയ്യോ പിരിവ് തരാതിരിക്കുവോ? അല്ല മക്കൾ എത്ര ഉദ്ദേശിക്കുന്നേ? ഒരു 100. 100? ഇപ്പൊ വേണ്ട 10 പിടി. ബാക്കി 90 10 വട്ടായിട്ട് ഒന്ന് മേടിച്ചോ. അമ്മ നാളെ പരിപാടി. അത് സാരമില്ല. 10 വട്ടായിട്ട് ഒന്ന് മേടിച്ചോ. ഞാനുള്ളപ്പോഴേ വരാവേ. ഞാൻ ഉള്ളപ്പോ പോയോ? ചേട്ടാ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പിരിവിന് വേണ്ടി വന്ന ഞങ്ങള്. ചേട്ടാ എത്ര എഴുതണം? 100, 200, 300, 400, 500, 1000. 1000 തരാം. പക്ഷേ ഒരു ഉപകാരം ചെയ്യണം. ഇവിടെ ഇനി എന്തുവാ വീട് വെച്ച് കൊടുക്കണോ? ഉണ്ടായിരിക്കണ അവിടെ 10 കിട്ടിയുള്ളൂ. എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാം. അതെ ഒരു ചെറിയ കുഴി എടുക്കാൻ സഹായിക്കും. ചെറിയൊരു കുഴി അത്രേ ഉള്ളൂ. അല്ല പട്ടിയെ പൂച്ച വല്ലതും ചത്തായിരിക്കും. എടുക്കാൻ സഹായിക്കാമല്ലോ. ഒരു 5 അടി 4 ഇഞ്ച് നീളം. അതിനനുസരിച്ച് ഒരു വീതിയിലുള്ള. ഓ പശുവാണല്ലേ ചത്തേ? ഭാര്യ വെച്ച പഴങ്ങിഞ്ഞിക്കകത്തൊരു പാറ്റ തല്ലി അങ്ങ് കൊന്നു. ഓ പാറ്റേ അല്ല ഭാര്യ. അവളെ ഒന്ന് കുടിച്ചിടാൻ സഹായിക്കാവോ? പോലീസ് വരുന്നതിന് മുമ്പേ വേണം. തുറന്നടാ മണ്ടന്മാര്. ചേട്ടാ നമ്മുടെ ക്ലബിൻ്റെ 5ാമത്തെ വാർഷികം. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഓണാഘോഷ പരിപാടിയും അതിൻ്റെ കുറച്ച് കാര്യങ്ങളായിട്ടുള്ള ഒരു നോട്ടീസാണ്. ചേട്ടൻ എന്തെങ്കിലും പിരിവെന്തെങ്കിലും ഉണ്ടെങ്കിൽ സംഭാവന. നോട്ടീസൊക്കെ കൈ കുറവാണല്ലോ. ഇനി എങ്ങനെ കയറും ബാക്കി വീട്ടിലൊക്കെ? ഇതേപോലെ ഇനി ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിട്ട് അത് കുഴപ്പമില്ല. അത് ഒന്ന് വെയിറ്റ് ചെയ്യ്. വെയിറ്റ് ചെയ്യണേ. വേണ്ട 100 നോട്ടീസ് ഉണ്ടേ. ഇത് മതിയായിരിക്കും ഇല്ലേ? ഇത് ഫോട്ടോ സ്റ്റാർട്ട് ആയിരുന്നു. ഞാൻ വെച്ചു വീടായിരുന്നു. എന്തിനും കാര്യമായി നോട്ടീസ് കിട്ടി. അല്ലല്ല ഇതിനകത്ത് സെക്രട്ടറി സമ്പത്താരാ? സമ്പത്ത് എന്ന് പറയുമ്പോ ഇവന്റെ കൊച്ചച്ഛന്റെ കുഞ്ഞമ്മയുടെ അപ്പൂപ്പന്റെ ഇവന്റെ അച്ഛന്റെ പിന്നെ അനിയന്റെ സമ്പത്ത് ഞാൻ സെക്രട്ടറി സമ്പത്ത്. സമ്പത്ത് ഭവനം. അതെ എന്റെ വീട്. അളിയാ നമ്മുടെ ക്ലബിന്റെ പേരില് ഒരു വീട്ടിൽ തന്നെ 2 വട്ടം കയറിയന്മാരില്ലയോ അവന്മാരെ കിട്ടിയിട്ടുണ്ട്. ഓണത്തല്ലിനുള്ള വകുപ്പ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ച് നമുക്ക് ഓണം തുടങ്ങാം മോനെ.